ട്ടെ ഇന്ന് രാത്രിയിൽ വീണ്ടും നമുക്ക് ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ ശ്രേഷ്ഠദാസനെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇതൊരു സൂമിൽ കൂടെ ആണെങ്കിൽ പോലും നമുക്ക് വളരെ ഒരു അനുഗ്രഹമാണ്. വീണ്ടും ഇത് അനേകർ കേട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് ഇന്ന് രാത്രിയിലും തന്നെ ദൈവം ശക്തമായി ഉപയോഗിപ്പാൻ, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം താൻ പഠിപ്പിക്കുമ്പോൾ അത് പിന്നീട് ഇത് യൂട്യൂബിലൂടെ കേൾക്കുന്നവർക്ക്, നമ്മളോട് ഇപ്പൊ ലൈവിൽ കേൾക്കുന്നവർക്ക് എല്ലാം ഇത് അനുഗ്രഹമായി തീരേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് ചുരുക്കമായി പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ കർത്താവേ, സ്വർഗീയ നല്ല ദൈവമേ, അനുഗ്രഹമേറിയ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം നടക്കുന്നതായ കർത്താവെ, ബൈബിൾ സ്റ്റഡിയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ അഭിഷിക്തന്മാരെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. രാത്രികാലം കർത്താവെ, ഈ കൂട്ടായ്മയെ ധാരാളമായി ദൈവം അനുഗ്രഹിക്കുമാറാണ്. മാറ്റമില്ലാത്ത വചനങ്ങൾ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹവും വിടുതലുമാക്കി കർത്താവ് തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നേ ദിവസം രാത്രികാലം പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം വ്യക്തമായി ഞങ്ങളുടെ ജീവിതത്തിൽ അറിയുവാൻ തക്കണം ദൈവം ഇടയാക്കുമാറാണമേ. ഓരോ വചനങ്ങൾക്കും കൂടിയും ദൈവത്തിന്റെ ഹല്ലേലൂയ കർത്താവെ ആലോചന ഞങ്ങൾ അറിയിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കപ്പെടുവാൻ തക്കണം കർത്താവെ നീ ഇടയാക്കുമാറാകണമേ. വചനം ഇത് ക്ലാസ് എടുക്കുന്നതായ കർത്താവ് വിഷയത്തിനെ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ ദാസനോട് കൂടി ഇരുന്ന് കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മർമ്മങ്ങളെ വെളിപ്പെടുവാൻ തക്കണം ദൈവം ഇന്ന് രാത്രി സഹായിക്കണമേ. കൂടുതലായ ദൈവവചനത്തെ ആഴമായി പഠിക്കുവാൻ തക്കണം കർത്താവ് ഞങ്ങൾക്ക് ബുദ്ധി തരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് രാത്രികാല പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഹല്ലേലൂയ കർത്താവെ, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരവും എന്ന് കാണുന്നത് പോലെ കർത്താവെ, നിന്റെ മക്കൾ ഒരുമിച്ച് കൂടി വരുന്നത് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കുമാറാകണമേ. എന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിശുദ്ധന്മാരെയും കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കുമാറാകണമേ എന്ന് പകൽക്കാലം വചനം വായിക്കുവാൻ തക്കണം, റഫറൻസ് ഒക്കെയും ഏറ്റെടുത്തിക്കുന്ന പോലെ ചെയ്യുവാൻ തക്കണം സഹായിക്കണമേ. സകലതും കർത്താവ് ചന്തപൂജിതമാക്കി തീർക്കുമാറാണ്. പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രിക്കുക ഞങ്ങൾ ഇരുത്തുമാറാണ്. ഭയഭക്തിയോടെ നിന്റെ സന്നിധിയിൽ ഇരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ്, അത്ഭുത വിടുതലുകളെ കർത്താവ് ഞങ്ങളുടെ ജീവിതമേൽ അയക്കുമാറാകണം. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു സിസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ CV ആൻഡ്രൂസിനെ അറ്റ്ലാന്റയിൽ നിന്ന് വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പാസ്റ്റർ CV ആൻഡ്രൂസ്, പ്ലീസ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആഗാപ്പെ ബൈബിൾ കോളേജിലേക്ക് വീണ്ടും കടന്നു വരുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അത് നമ്മുടെ 9ാമത്തെ ലെസണിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നമ്മൾ വാക്യം വായിക്കാൻ തക്കോണം 5 പേരുടെ പേരുകൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. 1 അക്സ ഡാനിഷ്, 2 മേഴ്സി ഫിലിപ്പ്, 3 ബിൻസി, 4 അനുജ സാറ, 5 ലത ജേക്കബ്. ഞാൻ പേര് വിളിക്കുന്ന വ്യക്തികൾ അതാ സമയം വായിച്ച് സഹായിക്കണം. അത് നമുക്കൊരു ഓർഡർ അനുസരിച്ച് ആകെ 1 മണിക്കൂറുള്ളൂ ക്ലാസ്. അതുകൊണ്ട് ആ 1 മണിക്കൂർ കൊണ്ട് ഓരോ വാക്യങ്ങൾ വ്യാഖ്യാനിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ ഷാജി കെ ദാനിയലിനും വൈസ് പ്രസിഡന്റായി സന്ദർശിക്കുന്ന പാസ്റ്റർ ലാലു ജേക്കബിനും അതേ നിങ്ങളുടെ പ്രവർത്തനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കുകയും വീണ്ടും കരങ്ങളെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യട്ടെ. വേദിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും എല്ലാ സഹോദരി സഹോദരന്മാരെയും നമ്മുടെ കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വന്ദനം അറിയിക്കുന്നു. നിങ്ങളുടെ ഉത്സാഹത്തെ ഞാൻ മാനിക്കുന്നു. ഈ ദിവസം വരാൻ തക്കൊണ്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ തൂണിക TVയിലെ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് കടന്നു വരുന്നത്. നമുക്ക് തുടർന്ന് ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9ാമത്തെ വാക്യത്തിൽ 9ാമത്തെ വാക്യം അക്സ ഡാനിഷ് വായിക്കും. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടത്തിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. മതി. ഓരോ വാക്യം എടുത്ത് വ്യാഖ്യാനിച്ചാണ് നമ്മൾ പോകുന്നത്. ദൈവത്തിന്റെ വചനം അത് എന്നെ പൂർണ്ണമായി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിന്റെ ഓരോ അടുക്കും എടുത്ത് ഒരു സംശയമില്ലാത്ത നിലയിൽ വ്യാഖ്യാനിച്ച് പഠിപ്പിക്കാൻ ദൈവം നമുക്ക് കൃപ തരും. അതുകൊണ്ട് നമ്മൾ ശാന്തമായി അത് ശ്രദ്ധിച്ചിരിക്കുക. ഇതൊരു ബൈബിൾ കോളേജാണ്. ഞാൻ വേറെയും പല ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് ഇവിടെ നമ്മൾ വായിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ദൈവത്തിന്റെ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം എന്നുള്ള വിഷയത്തെ സ്പഷ്ടമായി തെളിയിച്ചു. ഇനി 1 മണിക്കൂറത്തെ ക്ലാസ് ഉണ്ട്. ഞാൻ അതിൽ തന്നെ നിന്നാൽ
അത് മുൻപോട്ട് പോകത്തില്ല, വെളിപ്പാട് പുസ്തകം മുൻപോട്ട് പോകത്തില്ല. ഒരു ദിവസം ട്രിനിറ്റിയെ കുറിച്ചും ഇതിനോടുള്ള ബന്ധത്തിൽ ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഇവിടെ നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ പത്മോസ് എന്ന ദ്വീപിലേക്ക് വരാൻ തക്കവണ്ണ കാരണം താൻ പറയുന്നത് നിങ്ങളുടെ സഹോദരനും അത് യേശു ക്രിസ്തുവിന്റെ ദാസനുമായ നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയും ആയ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. യോഹന്നാനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 12 അപ്പോസ്തലന്മാരിൽ ഈ വെളിപ്പാട് പുസ്തകം എഴുതുന്ന സന്ദർഭത്തിൽ ജീവിച്ചിരിപ്പുള്ള ഒരൊറ്റ അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ മാത്രമേ ഉള്ളൂ. താൻ ഒഴികെ തൻ്റെ കൂടെ ഇറങ്ങിയ യേശു ക്രിസ്തുവിനോടൊപ്പം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന മറ്റുള്ളവരെല്ലാം അതേ രക്തസാക്ഷികളായിട്ട് മരിച്ചുപോയി. അവരാരും സ്വാഭാവിക മരണം സ്വീകരിച്ച വ്യക്തികളല്ല. അവരൊക്കെ അത് വിവിധ നിലയിൽ കഷ്ടപ്പെട്ട് മരിച്ച് ഈർച്ചവാളാൽ അറുക്കപ്പെട്ട് അവരുണ്ട്, അത് സിംഹത്തിന്റെ കുഴിയിൽ എറിയപ്പെട്ടവരുണ്ട്. ഇങ്ങനെ അനേകര് 12 അപ്പോസ്തലന്മാരിൽ ഒരുവൻ യൂദയായിരുന്നു. യൂദ കട്ടി ഞാൻ വിചാരിച്ചു അതിന് പകരമായിട്ട് മത്യാസിനെ തെരഞ്ഞെടുത്തു. ഇവരെല്ലാം ഈ അപ്പോസ്തലന്മാരെല്ലാം അത് രക്തസാക്ഷികളായി മരിച്ചവരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ മാത്രമേ ഉള്ളൂ സ്വാഭാവിക മരണം സ്വീകരിച്ചത്. 12 അപ്പോസ്തലന്മാരിൽ അത് യോഹന്നാൻ അവരിൽ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഇവര് 3 പേരും കർത്താവിനോട് അടുത്ത് നിൽക്കുന്ന 3 പേരായിരുന്നു. അവരിൽ ഏറ്റവും അടുത്ത ഈ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഈ 3 പേരെയും കൂട്ടിക്കൊണ്ടാണ് പലപ്പോഴും കർത്താവ് പ്രത്യേക ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോകുന്നത്. യായിറോസിന്റെ മകളെ ഉയർപ്പിക്കാൻ പോയ സന്ദർഭത്തിലും ഇവരെ കൂട്ടിയാണ് അകത്തേക്ക് പ്രവേശിച്ചത്. താബോർ മലയിൽ പ്രവേശിച്ചപ്പോഴും പത്രോസും യാക്കോബും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടാണ് പ്രവേശിച്ചെന്ന് നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നു. ഈ വെളിപ്പാട് പുസ്തകം യോഹന്നാൻ അതേ പത്മോസ് ദ്വീപിൽ വെച്ച് ആണല്ലോ കൊടുത്തത്. താൻ പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. ആ സമയം 95-ാമത്തെ വയസ്സിലാണ് താൻ പത്മോസ് എന്ന ദ്വീപിലേക്ക് കടന്നുപോയത്. ദീർഘ 65 വർഷം ദൈവത്തോടുള്ള നടപ്പിൽ താൻ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന വ്യക്തിയാണ്. 65 വർഷം അതേ വലിയ വിശ്വാസത്തോടും അതേ ദൈവത്തിന്റെ വേണ്ടി പ്രവർത്തിക്കുന്ന, ത്യാഗമനുഭവിക്കുന്ന ഒരു ശുശ്രൂഷകനായി കർത്താവിന് വേണ്ടി ശോഭിച്ച ഒരു വ്യക്തിയാണ് യോഹന്നാൻ അപ്പോസ്തലൻ. തനിക്ക് 65 വർഷം സേവിച്ചതിന് ശേഷം തൻ്റെ ഈ വാർദ്ധക്യത്തിൽ തന്നെ പത്മോസ് എന്ന ദ്വീപിലേക്ക് കടത്തിവിടുകയാണ്. എന്നാൽ തന്നെക്കുറിച്ച് വായിക്കുമ്പോൾ താനൊരു അപ്പോസ്തലനാണ്. ഏറ്റവും കൂടുതൽ യേശു സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ യോഹന്നാൻ. കാരണം യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ തന്നെ യേശു സ്നേഹിച്ച വ്യക്തി 5 പ്രാവശ്യം പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. അദ്ദേഹം ഒരു അപ്പോസ്തലനാണ്. അപ്പോസ്തലന്റെ കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയാണ്. ഒരു അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. അതും യേശുക്രിസ്തുവിന്റെ 12 അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞാൽ അവരെ ശ്രേഷ്ഠ അപ്പോസ്തലന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോസ്തലനായ പൗലോസും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശ്രേഷ്ഠ അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. കാരണം അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് അവർ യേശുവിനെ കണ്ട വ്യക്തികളായിരിക്കണം എന്നുള്ള നിലയിലാണ് അപ്പോസ്തലനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസും യേശുവിനെ കണ്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് താൻ പറഞ്ഞത്, ഞാൻ ശ്രേഷ്ഠ അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. ഈ യോഹന്നാൻ പറയുന്ന വാചകം കേട്ടോ, നിങ്ങളുടെ സഹോദരനും. ഇത്രയും ശ്രേഷ്ഠനായിരിക്കുന്ന അപ്പോസ്തലൻ, യേശുവുമായി സഹയാത്ര ചെയ്ത ഈ യോഹന്നാൻ നമ്മളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ സഹോദരനും. തൻ്റെ ഡിഗ്രി എന്താണെന്നും അവിടെ പറഞ്ഞിട്ടുണ്ട്. യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയും എന്ന യോഹന്നാൻ എന്ന ഞാൻ. അപ്പൊ തൻ്റെ ഡിഗ്രിയാണ് കഷ്ടത, അതെ രാജ്യം, അതുപോലെ സഹിഷ്ണുത. യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിലും കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ. തന്നെ സഹോദരൻ എന്ന് പരിചയപ്പെടുത്തുന്നതിൽ തനിക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. നമ്മുടെ പത്രോസ് ആണെങ്കിൽ തന്നെ തൻ്റെ ലേഖനം എഴുതുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിലുള്ള കൂട്ടുമൂപ്പൻ
എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെന്തക്കോസ്തിന് നാളിന് മുമ്പായിരുന്നെങ്കിൽ താൻ പറഞ്ഞേനെ മഹാമൂപ്പൻ എന്ന് പറഞ്ഞേനെ. എന്നാൽ പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചതിന് ശേഷം താൻ എഴുതുന്ന ലേഖനത്തിൽ പറയാണ്, ഞാനൊരു കൂട്ടുമൂപ്പനാ, ഒരു സഹശുശ്രൂഷകൻ. എപ്പോഴും ഒന്നാം സ്ഥാനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. ഇവിടെ യോഹന്നാൻ തന്നെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ സഹോദരൻ. ഇതുപോലെ ഡിഗ്രി എടുത്ത ആൾക്കാരൊക്കെ അവരെ കയറി സഹോദരാന്ന് വിളിച്ച് ഒരു വലിയ പാസ്റ്ററെ കയറി നിങ്ങളാരും ബ്രദർ അവറിയെന്ന് ചോദിച്ചേ അവരുടെ വിധം കാണാം. ഒരിക്കൽ സെൻട്രൽ പാസ്റ്റർ കയറി, ഒരു ഇവാഞ്ചലിസ്റ്റ് കയറി അതേ ബ്രദറിനെ വിളിച്ചു. അയ്യോ, അദ്ദേഹം ചൂടായി. ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ? സെൻട്രൽ പാസ്റ്ററാണെന്ന് ഓർക്കണം. പുള്ളി വിറച്ചു പോയി. അപ്പൊ ഞാൻ പറഞ്ഞത്, യോഹന്നാൻ തന്നെ കുറിച്ച് പറയുന്നത് ഞാൻ നിങ്ങളുടെ സഹോദരനാണ്. നമ്മുടെ കർത്താവ് പഠിപ്പിച്ച അതേ മാതൃകയിലാണ് യോഹന്നാൻ തൻ്റെ ജീവിതം അത് അനുകരിച്ചുകൊണ്ടിരുന്നത്. മത്തായി സുവിശേഷം 23-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. വായിച്ചേ. മത്തായി 23-8 മുതലുള്ള വാക്യങ്ങൾ മേഴ്സിക്ക് വായിക്കും. മേഴ്സിക്കോ? നിങ്ങളോ റബി എന്ന് പറഞ്ഞ് പേരെടുക്കരുത്. ഒരുത്തൻ അത്രേ നിങ്ങളുടെ ഗുരു. നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ. ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്. ഒരുത്തൻ അത്രേ നിങ്ങളുടെ പിതാവ്, സ്വർഗസ്ഥൻ തന്നെ. നിങ്ങൾ നായകന്മാർ എന്നും പേരെടുക്കരുത്. ഒരുത്തൻ അത്രേ നിങ്ങളുടെ നായകൻ, ക്രിസ്തു തന്നെ. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ള 23-8 മുതൽ 11 വരെ നമ്മൾ വായിക്കുമ്പോൾ അതിൽ പ്രത്യേകം പറയുന്നത് ഭൂമിയിൽ അത് എന്നിട്ടും തന്നെ സ്വയം വിശേഷിക്കുന്നത് ഭൂമിയിൽ പേരുകൾ എടുക്കരുതെന്നും തങ്ങളെ തന്നെ എന്നെ സഹോദരന്മാരെന്നേ വിളിക്കാവൂ എന്നും യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചു. യേശു ക്രിസ്തു പറയുകയാണ്, അതെ നിങ്ങൾ ഒരുത്തൻ അത്രേ നിങ്ങളുടെ അതേ ഗുരു, ഒരുത്തൻ അത്രേ നിങ്ങളുടെ നായകൻ, ഒരുത്തൻ അത്രേ നിങ്ങളുടെ പിതാവ്. ഭൂമിയിൽ ആരെയും എന്ത് ചെയ്യരുത്? അതെ, പിതാവെന്ന് വിളിക്കരുത്. കാരണം ഒരുത്തൻ അത്രേ നിങ്ങളുടെ പിതാവ്, ഒരുത്തൻ അത്രേ നിങ്ങളുടെ ഗുരു. ഇവിടെ വായിക്കുന്നു, എല്ലാവരും കർത്താവാണ് പഠിപ്പിച്ചത്, എല്ലാവരും സഹോദരന്മാർ. ആ സഹോദരന്മാർ എന്നുള്ള ബന്ധം എത്ര വലുതാ! അതുകൊണ്ടല്ലേ 133-ാം സങ്കീർത്തനം വായിക്കുന്നത്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് കൂടുന്നത് എത്ര ശുഭവും എത്ര മനോഹരമായിരിക്കും. അപ്പോസ്തലൻ എന്നുള്ള സ്ഥാനം യോഹന്നാൻ ഉണ്ടെങ്കിലും താൻ തന്നെ വിശേഷിപ്പിക്കുന്നത് ഞാൻ ഒരു സഹോദരനാണെന്നാണ്. കർത്താവിന്റെ കാലത്ത് പരീശന്മാർ അത്താഴത്തിൽ പ്രധാന സ്ഥലവും, അതിന്റെ 23-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം, അവര് അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയും മുഖ്യസ്ഥാനവും അങ്ങാടിയിൽ വന്ദനവും ഇഷ്ടപ്പെടുന്നവരായിരുന്നു. എന്നാൽ യേശു പറയാണ്, നിങ്ങൾ അങ്ങനെ ആകരുത്. പത്രോസ് തന്റെ ലേഖനത്തിൽ പറയുന്നത് ഞാനൊരു കൂട്ടുമൊപ്പനാണ്. അപ്പോസ്തല സ്ഥാനം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ്. എങ്കിലും വിശ്വാസികളോടുള്ള ബന്ധത്തിൽ അവര് ഓർക്കേണ്ടത് അവൻ എൻ്റെ സഹോദരനാണ് കേട്ടോ. അതേ അപ്പോസ്തല സ്ഥാനം വളരെ ബൈബിളിൽ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. ഒരുവൻ അപ്പോസ്തലനാകുക എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. എന്നാൽ സ്ഥാനം എന്ന് പറയുന്നത് സഹോദരൻ എന്നാണെന്ന് നമ്മൾ മറക്കരുത്. അപ്പോസ്തലൻ എന്നുള്ളൊരു ശുശ്രൂഷയാണ്, അതേ സഹോദരൻ എന്നുള്ളതാണ് സ്ഥാനം. ഞാൻ നിങ്ങളുടെ സഹോദരനാകുന്നു. എന്നിട്ട് ക്രിസ്തീയ പ്രമാണം അനുസരിച്ച് മറ്റൊരുവന്റെ മേൽ അധികാരം നടത്താൻ തക്കൊണ്ട് അവർക്ക് അനുവാദമില്ല. അതാണ് നിങ്ങളെ റബി എന്ന് പേര് വിളിക്കരുത് എന്ന് പറയുന്നു. ഒരുത്തൻ അത്രേ നിങ്ങളുടെ ഗുരു, ഒരുത്തൻ അത്രേ നിങ്ങളുടെ ഗുരു. നിങ്ങളെ എല്ലാവരും സഹോദരന്മാർ. ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്. ഒരുത്തൻ അത്രേ നിങ്ങളുടെ പിതാവ്, സ്വർഗസ്ഥൻ തന്നെ. അപ്പോസ്തലിക പാരമ്പര്യമോ പദവികളോ ഉയർത്തി കാണിക്കാതെ നിങ്ങളുടെ സഹോദരൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിയത് യോഹന്നാന്റെ വാക്കോടെയാണ്. നമ്മളിതൊരു മാതൃകയാക്കേണ്ടതാണ്. എല്ലാവരും സഹോദരന്മാരെന്ന് കാണിക്കുക. യോഹന്നാൻ എന്ന പേരിന്റെ അർത്ഥം അത് ദൈവത്തിന്റെ ദാനം എന്നാണ്. യോഹന്നാൻ എന്ന പേരിന്റെ അർത്ഥം കർത്താവിന്റെ ദാസന്മാരെ വിശ്വാസികൾ മാനിക്കണം, എന്നാൽ അവർ മാനം അന്വേഷിക്കരുത്. അതുകൊണ്ട് പിതാവ്, നായകൻ എന്നീ സ്ഥാനങ്ങൾ എടുത്ത പരീശന്മാരെ കർത്താവ് ശാസിക്കുന്നു. അത് മനസ്സിലാക്കണം. പിതാവ്, റബി ഈ സ്ഥാനങ്ങൾ എടുത്ത
പരീശന്മാരെ കർത്താവ് ശാസിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ സഹോദരൻ എന്ന് വിളിക്കാവൂ, നിങ്ങളെല്ലാം സഹോദരന്മാരാണെന്ന് പറഞ്ഞാലും അപ്പോസ്തലനായ പൗലോസ് ഉന്നയിക്കുന്ന ഒരു വാദം 1 കൊരിന്ത്യർ 4-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ബിൻസിമോൾ വായിച്ചാട്ട് 1 കൊരിന്ത്യർ 4 ഞാൻ ബാക്കി പറയട്ടെ, എല്ലാവരും എഴുതിയെടുക്കട്ടെ. 1 കൊരിന്ത്യർ 4:15-16. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തുവേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. ആകയാൽ എന്റെ അനുകാരികളാകുവിനെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നോക്കണമേ, ആകയാൽ നിങ്ങൾ എന്റെ അനുകാരികൾ ആകുവീൻ എന്ന് അവൻ പ്രബോധിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വായിക്കുന്നത് പൗലോസിന്റെ അവകാശം, ഞാനാണ് നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. ശരിയാണ്. എന്നാൽ അത് വെച്ചോണ്ട് അധികാരം നടത്താൻ നോക്കരുത്. ഞാനാണ് നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. അത് പൗലോസിന് വലിയ അഭിമാനമാണ്. എന്നാൽ അതിന്റെ മധ്യത്തിൽ താൻ അത് വെച്ച് അത് 16-ാമത്തെ വാക്യം വായിച്ച 16-ൂടെ ഞാനല്ലയോ 15-16. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തുവേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. ആകയാൽ എന്റെ അനുകാരികളാകുവിനെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. എന്നാൽ ഈ അധികാരം ഒന്നും പൗലോസ് ഉപയോഗിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം. കൊരിന്ത്യ ലേഖനത്തിൽ തെറ്റ് കണ്ടപ്പോൾ അവരെ ഗുണദോഷിക്കുകയായിരുന്നു. ഇത് നമുക്കൊരു പാഠമാണ്. നമ്മളെല്ലാവരും സഹോദരന്മാരാണ്. ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഞാനിപ്പോൾ വചനം പഠിപ്പിക്കുന്നുണ്ടെങ്കിലും എനിക്ക് പ്രത്യേകമായിട്ടുള്ള അതേ ശാസിക്കണം, തെറ്റ് കണ്ടാൽ അതേ അധികാരം നടത്തി ഞാനാണ് വലിയ പാസ്റ്റെന്ന് ഉള്ള ഭാവം കാണിക്കാൻ തക്കണം പാടില്ല. അപ്പോസ്തലനായ പൗലോസ് യേശുക്രിസ്തുവിനെ കണ്ടവൻ, യേശുക്രിസ്തുവിന്റെ കൂടെ നടന്നവൻ, അതേ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത വ്യക്തമായി കണ്ടവൻ, ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു എങ്ങനെ ഇരിക്കുന്നുള്ളത് വെളിപ്പെടുത്തിയ അപ്പോസ്തലനായ യോഹന്നാൻ പറയാണ്, ഞാൻ നിങ്ങളുടെ സഹോദരനാണ്. അങ്ങനെയാണെങ്കിൽ ഞാനാണ് നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചതെങ്കിലും അതേ ഈ കൃപയിലേക്ക് കൊണ്ടുവന്നെങ്കിലും പരിപാലനമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 1 കൊരിന്ത്യർ പൗലോസ് പറയുന്നത് 1 കൊരിന്ത്യർ 12-13 വാക്യം വായിക്കാം. മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ ഈ അധികാരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര അധികം. എങ്കിലും ഞങ്ങൾ ഈ അധികാരം പ്രയോഗിച്ചിട്ടില്ല. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരാതിരിപ്പാൻ സകലവും പൊറുക്കുന്നു. നോക്കണമേ, ഈ അധികാരം ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. പൗലോസിന്റെ വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ. ആട്ടിൻകൂട്ടത്തിന് മാതൃകയായിരുന്ന് ഞാനാണ് വലിയ പാസ്റ്റർ, ഞാനാണ് അപ്പോസ്തലൻ എന്ന് പറഞ്ഞ് ഈ അധികാരം ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എന്താണ് ഉപയോഗിക്കേണ്ടത്? പരിപാലനം. അതിനെക്കുറിച്ച് പത്രോസ് പറയുന്നത് 1 പത്രോസ് 5-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം. ലത വായിച്ചാട്ട്. ലതയുണ്ടോ? ലതയില്ല കേട്ടോ, വേറൊരാളെ വിളിച്ചു. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടം മൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടമനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ വിചാരണ ഇവിടെ വായിക്കുന്നറിയാമോ? വായിച്ചാട്ട്. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. മതി. പരിപാലനമാണ് വഴി. നിങ്ങൾ ആടുകളെ പരിപാലിക്കണമെന്നാണ് പറയുന്നത്. അതാണ് ദൈവം തന്റെ ദാസന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നത്. യോഹന്നാൻ അതാണ് ഏൽപ്പിച്ചത്, പരിപാലിക്കുക. യോഹന്നാന്റെ ലേഖനമൊക്കെ വായിച്ചു നോക്കുമ്പോൾ ആ പരിപാലനമെല്ലാം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അതേ റബി എന്നും നായകനെന്നും പിതാവെന്ന് പേര് നീട്ടി വിളിപ്പിക്കുന്ന, അതേ നമ്മളെ കൊണ്ട് വിളിപ്പിക്കുന്ന ഒരനുഭവം ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ന്യായാസനത്തിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്ന ഒരു വിഷയമാണ്. ആരും മാനം അന്വേഷിക്കരുത്. നമ്മുടെ കർത്താവാണ് നമ്മുടെ പിതാവ്, നമ്മുടെ കർത്താവാണ് നമ്മുടെ ഗുരു, നമ്മുടെ കർത്താവാണ് നമ്മുടെ നായകൻ. യോഹന്നാൻ തന്റെ പേരിന്റെ നീളം കൂട്ടിയത് എങ്ങനെയാണെന്നറിയാമോ? യോഹന്നാൻ തന്റെ പേരിന്റെ നീളം കൂട്ടിയത് യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ തന്നെ. സഹോദരൻ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലത്തിന്റെ സ്ഥാനം കുറഞ്ഞു പോയി എന്ന് യോഹന്നാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ സഹോദരനാണെന്ന് പറഞ്ഞാൽ അതേ അപ്പോസ്തലത്തിന്റെ സ്ഥാനം കുറഞ്ഞു പോയി എന്ന് യോഹന്നാൻ ഉദ്ദേശിക്കുന്നില്ല.
പിന്നെ അപ്പോസ്തലന്റെ സ്ഥാനം യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഏവർക്കും സഹോദരനായിരിക്കുന്നതും അവൻ ഏവരെയും സഹോദരനായി കാണുന്നതും ആണ് ഏറ്റവും നല്ലതെന്ന് യോഹന്നാൻ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇവിടെ 3 ബന്ധങ്ങളാണ് കാണുവാൻ കഴിയുന്നത്. യേശുവിന്റെ കഷ്ടത, യേശുവിന്റെ രാജ്യം, യേശുവിന്റെ സഹിഷ്ണുതയ്ക്കും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ. യോസേഫ് മന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം വായിച്ചു നോക്കണം. അവിടെ 45-ാം അധ്യായം വായിക്കുന്ന സന്ദർഭത്തിൽ സഹോദരന്മാരെ പരിചയപ്പെടുത്താൻ തക്കണം യോസഫ് എഴുന്നേറ്റുന്ന സന്ദർഭത്തിൽ എങ്ങനെ പരിചയപ്പെടുത്തുന്നത് അറിയാമോ? അതേ, നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റ് കളഞ്ഞ യോസേഫ് ആകുന്നു ഞാൻ മിസ്രൈമിലെ മന്ത്രിയാണെന്നല്ല പറഞ്ഞത്. ഫറവോൻ കഴിഞ്ഞ അടുത്ത സ്ഥാനം ആർക്കുണ്ടായിരുന്നു അറിയാമോ? യോസേഫിനായിരുന്നു. ഫറവോന്റെ ആലോചന പ്രകാരം എല്ലാം യോസേഫ് ചെയ്തുകൊണ്ടിരുന്നു. മിസ്രൈമിൽ അതേ താൻ പ്രധാന മന്ത്രിയായി കഴിച്ചു കൂട്ടുന്ന ആ കാലം യോസേഫ് പറയുന്ന അനുസരിച്ചാണ് രാജ്യം പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ സഹോദരന്മാരെല്ലാം വന്നപ്പോൾ അവിടെ യോസേഫ് ചില കാര്യങ്ങൾ അവിടെ പ്രയോഗിച്ചെങ്കിലും തന്നെ വെളിപ്പെടുത്താൻ തക്കൊണ്ട് താൻ എഴുന്നേറ്റുന്ന സന്ദർഭത്തിൽ താൻ പറഞ്ഞ വാചകം എന്തെന്നറിയാമോ? അതെ, ഞാൻ യോസേഫ് ആകുന്നു. എങ്ങനെ? നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റ് കളഞ്ഞ അതേ യോസേഫ് ആകുന്നു ഞാൻ. ദൈവമക്കളെ, ദൈവം നമ്മളെ എത്ര ഉയർത്തിയാലും നമ്മൾ ആരായിരുന്നു എന്നുള്ള ചിന്ത നമ്മൾ ഒരിക്കലും മറക്കരുത് എന്ന് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു. ഇവിടെ 3 പദവികളാണ് യോഹന്നാൻ പറയുന്നത്. യോഹന്നാൻ പറയുന്നത് ക്രിസ്തുവിന്റെ കഷ്ടത, ക്രിസ്തുവിന്റെ രാജ്യം, അതേ സഹിഷ്ണുത, ഇതിന് കൂട്ടാളിയായിരിക്കുന്ന യോഹന്നാനാണ് നമുക്കിവിടെ കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. ആദ്യമായി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം അതേ കഷ്ടതയിൽ കൂട്ടാളിയായ യോഹന്നാൻ. കഷ്ടത എന്നത് വില കൊടുത്ത് വാങ്ങുന്നല്ല. നാൾതോറും എൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുന്നവൻ എൻ്റെ ശിഷ്യനാകുമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഏകദേശം 65 വർഷങ്ങളോളം യേശുവിന്റെ കഷ്ടതയിൽ താൻ പങ്കാളികളായി. നീണ്ട ഒരു ശുശ്രൂഷയാണ് താൻ ചെയ്തുകൊണ്ടിരുന്നത്. അതേ കഷ്ടതയിൽ പങ്കാളിയായ യോഹന്നാൻ താൻ പറയുകയാണ്, അതേ ഞാൻ കഷ്ടതയിൽ കൂട്ടാളിയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രികാലം യേശു ക്രിസ്തുവിന്റെ കഷ്ടതയിൽ കൂട്ടാളിയാകുന്നത് അഭിമാനമായി കാണുവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യമായി കഷ്ടതയെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. എന്താണ് അപ്പോസ്തലനായ യോഹന്നാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോസ്തലനായ യോഹന്നാൻ ഉള്ള യേശുവിനോടുള്ള ബന്ധം തന്റെ ഡിഗ്രിയാണ് കഷ്ടത, രാജ്യം, സഹിഷ്ണുത. അതേ കഷ്ടതയിലായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിച്ചത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവാണ് അതേ പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്, എന്നെ വിശ്വസിപ്പീൻ. യേശുവിന്റെ കഷ്ടതയ്ക്ക് കൂട്ടാളിയായ യോഹന്നാൻ യേശു ക്രിസ്തു അനുഭവിച്ച ആ കഷ്ടത തുടർന്ന് അനുഭവിപ്പാൻ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോസ്തലന്മാരെല്ലാം അപ്രകാരം ഏൽപ്പിച്ചു കൊടുത്തു. അവര് ഓടിപ്പോൾ യേശുവിന്റെ ഒരു സഹോദരനായിരുന്നല്ലോ യാക്കോബ്. ആ യാക്കോബ് തന്റെ ലേഖനം എഴുതുമ്പോൾ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ കഷ്ടത അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ എന്നാ പറഞ്ഞത്. യാക്കോബ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. തന്റെ ജീവിതത്തിൽ വലിയ കഷ്ടത. ആദ്യം യേശു ക്രിസ്തു താൻ വിശ്വസിച്ചില്ല. സഹോദരന്മാരും വിശ്വസിച്ചില്ല. 4 സഹോദരന്മാര് അർദ്ധ സഹോദരന്മാർ യേശു ക്രിസ്തു ഉണ്ടായിരുന്നു. ഇവരാരും യേശു ലോകത്തിലായിരുന്നപ്പോൾ വിശ്വസിച്ചില്ല. എന്നാൽ യാക്കോബിന് ദൈവം കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പ്രത്യേകം പ്രത്യക്ഷപ്പെട്ടതായി 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നു. യാക്കോബിന് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ യാക്കോബ് യേശു ക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടെ തന്റെ ഹൃദയം കൊടുത്ത് അംഗീകരിപ്പാൻ തക്കൊണ്ടിയായി. താൻ അപ്പോസ്തലന്മാരുടെ ഒരു വ്യക്തി ആയിരുന്നില്ല, എന്നാൽ താൻ വലിയൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. താൻ വലിയൊരു വീരനായി മാറുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. താൻ എഴുതിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ആ കഷ്ടതയുടെ അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. തന്നെക്കുറിച്ച് പറയുന്ന വാചകം ഇപ്രകാരമാണ്, ചരിത്രം ഇങ്ങനെയാണ്. താൻ എപ്പോഴും മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ കഷ്ടത നടുവിൽ മുട്ടുമേൽ നിന്ന് എപ്പോഴും പ്രാർത്ഥിക്കുക. കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ എന്ന് അതുകൊണ്ടാണ് താൻ പറഞ്ഞത്. താൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ, മുട്ടൂത്തി പ്രാർത്ഥിക്കുന്ന വേളയിൽ തൻ്റെ മുട്ട് തഴമ്പ് പിടിച്ച് ഒട്ടകത്തിന്റെ മുട്ട് പോലെയായിരുന്നു. തന്നെ കൊല്ലുവാൻ തക്കൊണ്ട് അവർ തീരുമാനിച്ചു. പല പ്രാവശ്യം തന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു, നീ യേശുവിനെ കുറിച്ച് പറയരുതെന്ന്. മഹാപുരോഹിതന്മാരും മനുഷ്യന്മാരും എല്ലാവരും കൂട്ടിക്കൊണ്ട് തന്നെ അന്നത്തെ ദേവാലയത്തിന്റെ ഗോപുരത്തിന്റെ മുകളിൽ കൊണ്ട് കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നിന്നെ
ഞങ്ങൾ കൊല്ലാൻ പോവുകയാണ്. ഇവിടുന്ന് ഈ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് നിന്നെ താഴെ തള്ളിയിട്ട് കൊല്ലാൻ പോവുകയാണ്. അതുകൊണ്ട് യേശുവിനെ ഒരു വാക്ക് തള്ളി പറഞ്ഞാൽ നിന്നെ ഇതിന് വിടിവിക്കാന്ന് പറഞ്ഞു. ഉടനെ യാക്കോബ് അവിടെ നിന്നോട് ഒറ്റ പ്രസംഗം ചെയ്തു, എനിക്ക് തള്ളി പറയാൻ തക്ക ഒക്കത്തില്ല. ഞാൻ യേശുവിനെ നേരിട്ട് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ നേരിട്ട് കണ്ടവനാണ്. അവൻ തേജസ്കരിക്കപ്പെട്ടവനായി എനിക്ക് പ്രത്യക്ഷപ്പെട്ടതാണ്. അതുകൊണ്ട് എനിക്ക് തള്ളി പറയാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞ് താൻ ഒരു പ്രസംഗം ചെയ്തു. ആ ദേവാലയ ഗോപുരത്തിന്റെ മുകളിൽ നിന്നുണ്ട്. അനേകർ ആ പ്രസംഗം കേട്ടു. പലരും കർത്താവിനെ അംഗീകരിക്കാണ്ടിയായി. അവർ അവനെ ഒരുത്തൻ വന്ന് അവനെ തള്ളിയിടാൻ പറഞ്ഞു. തള്ളിയവൻ താഴോട്ട് വന്ന് വീണ വേളയിൽ താൻ മരിച്ചുപോയില്ല. അതേ മരിക്കാതെ വന്നപ്പോൾ അവർ അവനെ കല്ലെറിഞ്ഞു കൊല്ലുകയായിരുന്നു. ഇനി ഞാൻ പറഞ്ഞതിന് താല്പര്യം, കഷ്ടത നമ്മുടെ ജീവിതത്തിൽ അതൊരു ഗുണമാക്കി തരുവാൻ കർത്താവ് ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. 8 കൂട്ടം കാര്യം കഷ്ടതയെക്കുറിച്ച് ഞാൻ പറയാൻ തക്കണം ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളുടെ സഹോദരനായിരിക്കുന്ന ഞാൻ കഷ്ടതയിൽ കൂട്ടാളിയാണ്. റോമാലേഖനം 5-ാം അധ്യായം 3-4 വാക്യങ്ങൾ അടുത്തയാൾ വായിക്കാം. ദൈവത്തിന് സ്തോത്രം. വായിച്ചാട്ടെ. അതുപോലെയല്ല കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. നമ്മുടെ അനുജയാണ് വായിച്ചത്. ഞാൻ കഷ്ടതയിലും പ്രശംസിക്കുന്നു. കഷ്ടതയിൽ എങ്ങനെ പ്രശംസിക്കാൻ തക്ക നോക്കൂ. ഞാൻ കഷ്ടതയിലും പ്രശംസിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, കഷ്ടത എൻ്റെ ജീവിതത്തിൽ വന്നാൽ ഞാൻ അതിൻ്റെ അകത്ത് പ്രശംസിക്കും. ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പൈതലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടത നടുവിൽ പ്രശംസിക്കുവാൻ. കഷ്ടത ഒരിക്കലും ഒരു പ്രശംസയായിട്ട് ആൾക്കാർ എടുക്കത്തില്ല. നമുക്ക് വരുന്ന കഷ്ടതയുണ്ടല്ലോ, അത് വന്നു കഴിഞ്ഞാൽ അതും പറഞ്ഞുകൊണ്ട് നടക്കും. യാക്കോബ് പറയുന്ന കഷ്ടത അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കണമെന്നാണ്. കഷ്ടത ദൈവത്തിന് സ്തോത്രം. എനിക്ക് അതേ ഒരു ദൈവത്തിന്റെ ദാസനെ അതേ കൺവെൻഷന് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കരമായ ആ പ്രസംഗം നടന്നുകൊണ്ടിരുന്ന വേളയിൽ അവിടെ ഒരു മാന്യായ ഒരു സഹോദരി ചെന്ന് പറഞ്ഞു, നാളെ ഉച്ചയ്ക്ക് എൻ്റെ വീട്ടിൽ ലഞ്ചിന് വരണം എന്ന് പറഞ്ഞു. അതേ പറഞ്ഞു, നിങ്ങളുടെ ലോക്കൽ പാസ്റ്ററെ കൂടെ വിളിക്കാമെങ്കിൽ ഞാൻ വരാം. അങ്ങനെ ലോക്കൽ പാസ്റ്ററെ ഞാൻ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും ലഞ്ചിന് കടന്നു ചെന്നു. നടന്ന സംഭവമാണ്. അവിടെ കടന്നു ചെന്ന സന്ദർഭത്തിൽ മനോഹര 10-15 കൂട്ടം കറികൾ ഉണ്ടാക്കി മനോഹരമായ ലഞ്ച് ഒരുക്കി വെച്ചിരിക്കുകയാണ്. അതെല്ലാം കഴിച്ചു കഴിഞ്ഞ ഉടനെ ഈ സഹോദരിയുടെ സന്തോഷം, സഹോദരിയുടെ ഉത്സാഹം എത്ര വലുതായിരുന്നു. ആ സഹോദരി പറഞ്ഞു, അതേ പാസ്റ്ററെ, ഈ കാണുന്ന വീടൊന്നും ഞങ്ങളുടെ അല്ല, മനോഹരമായ വീടാ. ഇവിടെ കാണുന്ന ഫർണിച്ചറൊന്നും ഞങ്ങളുടെ അല്ല, ഞങ്ങളിത് വാടകയ്ക്ക് ഇവിടെ താമസിക്കുകയാണ്. അത് എൻ്റെ ഭർത്താവ് ഭയങ്കര ഒരു ബിസിനസ്സുകാരനായിരുന്നു. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരുത്തൻ ഒരു കാറ് കൊണ്ട് മുന്നേ വന്ന് നിർത്തി. ഈ സഹോദരി ഓടിച്ചെന്നിട്ട് അങ്കിളേ എന്ന് വിളിച്ചു. അതെ, കുടിക്കാൻ വേണോ, ഊണ് കഴിക്കാം എന്നെല്ലാം പറഞ്ഞു. ഇദ്ദേഹം ദേഷ്യപ്പെട്ട് ചീത്ത പറയാനാണ് വന്നത്. കാരണം അദ്ദേഹത്തിന് 40 ലക്ഷം രൂപ കൊടുക്കാൻ തക്കൊണ്ടുണ്ട്. പല പ്രാവശ്യം വന്നിട്ട് തരാം താങ്കളെ എന്ന് പറയും. എപ്പോഴും പ്രാർത്ഥന ഇരിക്കുന്ന ഒരു സഹോദരിയായിരുന്നു. അപ്പം തൻ്റെ ഭർത്താവ് അടുത്തിരിപ്പുണ്ട്. അദ്ദേഹം റൂമനായിരിക്കുകയാണ്. വലിയ ബിസിനസ് എല്ലാം നടത്തി ഭയങ്കര കടം കയറി, ലക്ഷക്കണക്കിന് കടം കയറിയിരിക്കുന്ന ഒരു മനുഷ്യൻ. ആ സഹോദരി അതേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിലും തൻ്റെ ഭർത്താവിനെ കുറ്റം പറയുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സന്ദർഭം. വീടും തങ്ങളുടെ സ്വന്തമല്ല. ഈ ദൈവദാസൻ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം ചീത്ത പറയാനാണ് വന്നത്. അദ്ദേഹം പറഞ്ഞ നാളെ വരും, എൻ്റെ പൈസ ആണെന്ന് പറഞ്ഞിട്ട് ആ മറ്റേ പാസ്വേഡ് പറഞ്ഞു, ഞാൻ എപ്പം വന്നാലും ഈ സഹോദരി അങ്കിളെ കുടിക്കാൻ വേണോ, എന്നാന്ന് വിശേഷം, ഇതൊക്കെ ചോദിച്ചിട്ട് അങ്ങ് പോകും. എന്നാൽ ഈ സഹോദരി മണിക്കൂറുകൾ മുഴങ്കാലിന്മേലിന്ന് പ്രാർത്ഥിച്ച് കഷ്ടനടുവിൽ ദൈവത്തോട് പ്രശംസിക്കുന്ന അതേ എൻ്റെ ദൈവം എൻ്റെ കടം വീട്ടു, എനിക്ക് നൂലെ കെട്ടി ഇറക്കി തരും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സഹോദരി മകൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ മകൻ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മകനാണ്. അവന് കാലിഫോർണിയയിൽ ജോലി കിട്ടി. ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി. ബ്രേക്ക് കിട്ടുന്ന സമയത്ത്, ഇന്റർവെൽ സമയത്ത് ഇവൻ പോയി ബ്രേക്ക് റൂമിൽ ഇരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നത് ആ കമ്പനിയുടെ ഓണർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേ പട്ടയം മാറ്റി ചെയ്തുകൊണ്ടിരുന്നു. ഇവൻ കമ്പനി കയറി കഴിഞ്ഞപ്പോഴല്ലോ ഇദ്ദേഹത്തിന്റെ കമ്പനി അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് വർദ്ധിച്ചു. ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ പൈതലിനെ അത് തൻ്റെ അരികിലേക്ക് വിളിച്ചു. നീ എന്താണ് ഈ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, എന്താണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ വലിയ കടഭാരത്തിൽ നിൽക്കുകയാണ്. എൻ്റെ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, മകനെ നിനക്ക് എപ്പോൾ സമയം കിട്ടിയാലും നീ പോയിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് എന്നോട് പറയുമായിരുന്നു. എനിക്ക് സമയം കിട്ടുന്നതൊക്കെ ഞാൻ എൻ്റെ ദൈവമായിട്ട് ബന്ധപ്പെടുകയാണ്. അത് കഷ്ടങ്ങളിൽ തളരാതെ നിൽക്കുന്ന ആ പൈതലിനെ കണ്ടപ്പോൾ ഈ കമ്പനിയുടെ ഓർഡർ പറഞ്ഞു, എത്ര രൂപ കടമുണ്ടെന്ന് ചോദിച്ചു.
എത്ര രൂപ കടമുണ്ടെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് എന്റെ ദൈവം നൂലെ കെട്ടി ഇറക്കി തരുമെന്ന. എത്ര കടമുണ്ട്? ആ ചെക്ക് അതുപോലെ എഴുതി കൊടുത്ത് അതേ നാട്ടിൽ കടം വിട്ടാൻ പറഞ്ഞു. ആ വീടിന്റെ കടം മൊത്തം വീടി. നോക്കണേ, പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ അതിന്റെ നടുവിൽ നിന്നെ സഹായിപ്പാൻ ശക്തനായ ദൈവം. വേറെ ദിവസം കമ്പനിയുടെ ഓണർ വിളിച്ച് പറഞ്ഞു, മകനെ, എനിക്ക് മക്കളില്ല, നിന്നെ ഞാൻ ദത്തെടുക്കാൻ തക്കണം ആഗ്രഹിക്കുന്നു. ഈ എന്റെ കാർഡ് ശേഷം ഈ കമ്പനി മൊത്തം നിനക്ക് എഴുതി തരാം, ഞാൻ നിന്നെ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഉടനെ പൈതൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വേണ്ട, എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, വേണ്ട, എന്നെ ഒരിക്കൽ ദത്തെടുത്തു പോയി, എന്റെ കർത്താവ് എന്നെ ദത്തെടുത്തു, ഇനി വേറൊക്കെ ദത്തെടുത്ത് നിൽക്കാൻ തക്കണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. നോക്കണമേ, ഇവന്റെ വിശ്വാസം കണ്ടപ്പോൾ ഇവന്റെ കമ്പനിയെ, ഇദ്ദേഹത്തിന്റെ കമ്പനിയിലെ അതിന്റെ മെയിൻ മാനേജരായിട്ട് അവനെ ഉയർത്തി കയറ്റുവാൻ തക്കണം ഇവിടെയായി തീർന്നു. ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പൈതലെ, നിന്റെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ അതേ മുഖത്ത് കാണിക്കാതെ തളരാതെ ദൈവത്തിന്റെ സന്നിധിയിൽ നേരെ നിൽക്കുവാൻ. യോഹന്നാൻ നോക്ക്, എനിക്ക് കഷ്ടതയാണ് എന്ന് പറയാൻ അലക്കിയാണോ? അതെ, അവനത് അഭിമാനമായിട്ട് കാണുകയാണ്. കഷ്ടതയിൽ കൂട്ടാളി. ദൈവത്തിന് സ്തോത്രം. 1, കഷ്ടങ്ങളിൽ പ്രശംസിക്കുക. 2, 8-ാം അധ്യായം 18-ാമത്തെ വാക്യം, റോമർ 8:18. അടുത്ത ആള് വായിക്കാം. നമ്മിൽ വെളിപ്പാടുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് ആരാ പറഞ്ഞ? അപ്പോസ്തലനായ പൗലോസ്. സാരമില്ലെന്ന്. നോക്കണേ, ആ പദം നമുക്ക് പറയാൻ തക്കൊണ്ട് കഴിയുമോ? ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. കാരണം എന്താ അറിയാമോ? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല. മുമ്പൊരിക്കൽ ഒരു തമിഴൻ കാണുന്നവരെല്ലാം പറയും സാരമില്ലെന്ന്. എവിടെയെങ്കിലും മരണം വീടുണ്ടെങ്കിൽ അവിടെ ചെന്നെല്ലാം പറയും സാരമില്ല. ഇത് എത്രയോ മരണങ്ങൾ നടക്കുന്നതാണ്. ഒരു ചെറുപ്പക്കാരന്റെ അമ്മ മരിച്ചപ്പോഴും പറഞ്ഞു സാരമില്ലെന്ന്. എന്നിട്ട് ഇദ്ദേഹം തമിഴിന്റെ അമ്മ ഒരിക്കൽ മരിച്ചുപോയി. മരിച്ചു കഴിഞ്ഞപ്പോഴേ ഇദ്ദേഹം, അയ്യോ, ഞാൻ എന്താ ചെയ്വേൻ, എൻ പിള്ളകളെ ആര് കവനിപ്പേൻ, എന്റെ അമ്മ നല്ലവളായിരുന്നാൾ കടന്നങ്ങ് അലയ്ക്കാൻ തുടങ്ങിയ സന്ദർഭത്തിൽ ഈ തലയാഴ്ചയിൽ അമ്മ മരിച്ച ചെറുപ്പക്കാരൻ വന്ന് ചോദിച്ചു, ഇതെന്താ കളിയാ? അവിടെ ആൾക്കാരെല്ലാം കൂടി തമിഴൻ കിടന്ന് അലയ്ക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച എന്റെ അമ്മ മരിച്ചപ്പോഴല്ലേ നീ പറഞ്ഞു സാരമില്ലെന്ന്, ഇപ്പൊ നിന്റെ അമ്മ മരിച്ചപ്പോഴോ? അപ്പൊ ഈ തമിഴൻ കൊടുക്കുന്ന മറുപടി, അത് നിന്റെ അമ്മ, ഇത് എന്റെ അമ്മ. ഇതാണോ ആശ്വാസവാചകങ്ങൾ? ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാചകം എന്തറിയാമോ? നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല. അടുത്ത വായിക്കാൻ 2 കൊരിന്ത്യർ 1:5. അടുത്ത ആൾ വായിച്ചോട്ടെ. 2 കൊരിന്ത്യർ 1:5. കഷ്ടങ്ങൾ ഞങ്ങൾ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. കഷ്ടങ്ങൾ കൂടി വരുന്നതോറും പൗലോസ് പറയാണ് ആശ്വാസം പെരുകുന്നെന്ന്. എങ്ങനെ പറയാൻ തക്കൊണ്ടായിത്തരും ആശ്വാസം പെരുകുന്നെന്ന്? ദൈവത്തിന്റെ പൈതൽ ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കണം അത് മുഖാന്തരമായി തീർന്നു. ആശ്വാസം പെരുകുകയാണ്. കാരണം താമസിയാതെ ഇയ്യോ പറഞ്ഞ പോലെ എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു, അവൻ ഒടുവിൽ പൊടിനെ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. എന്റെ ദേഹം ക്ഷയിച്ചോട്ടെ, ഞാൻ ദേഹസഹിതനായി എന്റെ ദൈവത്തെ കാണും. എന്തൊരു ആശ്വാസമാക്കളാണ്! ഞാൻ ദേഹസഹിതനായി എന്റെ ദൈവത്തെ കാണുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ ആശ്വാസം പെരുകയാണ്. ഇവിടെ ദൈവദാസന്മാരിപ്പുണ്ട്. ഞാൻ നോർത്ത് ഇന്ത്യ വർക്ക് ചെയ്താണ്. ഞാൻ പലപ്പോഴും കഷ്ടതയിൽ കൂടെ കടന്നുപോയ സന്ദർഭമുണ്ട്. ഒരൊറ്റ കുഞ്ഞിനോട് എൻ്റെ കാര്യങ്ങൾ പറയാതെ, അത് എപ്പോഴും വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് മാന്യമായി ഒരു മുഖത്തൊരു ഭാവവും കാണിക്കാതെ നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ദൈവം തക്ക സമയത്ത് കാക്ക അയച്ച് എൻ്റെ കാര്യങ്ങൾ ഏലിയാവിന് കൊണ്ടുവന്ന ആ കാക്ക ഉണ്ടല്ലോ, അതുപോലെ കാക്ക ഞാനും കണ്ടിട്ടുണ്ട്. നിന്റെ ജീവിതത്തിൽ കഷ്ടതയിൽ ആശ്വാസം തന്ന് നിന്നെ ഉയർത്തുവാൻ കഴിവുള്ള ദൈവം. ഫിലിപ്പിയ ലേഖനം 1:29 വാക്യം അടുത്ത ആളിന് വായിക്കാം. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. കഷ്ടത ഒരു വരമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത് ഞാൻ കഷ്ടതയിൽ കൂട്ടാളിയാണ്. കഷ്ടത എന്ന് പറയുന്നത് ഒരു വരമാണ്. നമ്മളെപ്പോഴും പ്രവചനം ആഗ്രഹിക്കുന്നില്ലേ? വ്യാഖ്യാനപരം, മലകളെ നീക്കാനുള്ള ശക്തി. അതേ, ഈ വൃക്ഷത്തോട് കടലിൽ പോകാൻ പറഞ്ഞാൽ പോണം, അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തികളില്ലേ? പല മരങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ലേ? സഹായം ചെയ്യാനുള്ള വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇവിടെ കഷ്ടത സഹായം ചെയ്യാവുന്നത് ഒരു വരമാണ്. കഷ്ടത അനുഭവിക്കുന്നത് ഒരു വരമാണ് കേട്ടോ. അപ്പോൾ കഷ്ടം സഹിപ്പാനുള്ള വരം കേട്ടോ, ഇതൊരു വരമായിട്ട് നമ്മൾ കണക്കാക്കണം. കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലെ, ഇതൊരു വരമായിട്ട്
ഏറ്റെടുക്കാൻ തക്കണം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇനി പത്രോസിന്റെ ലേഖനത്തിൽ 4 വാക്യങ്ങൾ വായിച്ച് നമുക്ക് ആ ഭാഗം വിടാം. 1 പത്രോസ് 4:1 വായിക്കാം. അടുത്തയാള്. നിങ്ങളിൽ ക്രിസ്തു ശണ്ഠയും ജഡത്തിൽ കലഹവും കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. കഷ്ടത ഒരു ആയുധമാണ്. ദൈവത്തിന് സ്തോത്രം. കഷ്ടത ഒരു ആയുധമാണ്. ദൈവത്തിന് സ്തോത്രം. ഇതൊരു ആയുധമായി ഏറ്റെടുക്കാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കഷ്ടത വരുമ്പോൾ, ഒരിക്കൽ ഒരു സിംഹം ഒരു ഗുഹയിൽ ചെന്ന് കയറിയപ്പോൾ ഒരു 8 പെട്ടെന്ന് ഒരു നെറ്റ് അവിടെ കെട്ടി. ഒരു 8 നെറ്റ് കെട്ടി. നീ ഞാൻ ഇറങ്ങി, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. നീ ഒന്ന് ഇറങ്ങി പോകുന്നത് കാണട്ടെ, ഞാൻ വാസിക്കുന്ന വാസത്തിൽ നീ വന്ന് കയറിയോ, അതെ ചില മിനിറ്റുകളുണ്ട്, നീ ഒന്ന് ഇറങ്ങി പോകുന്ന കാണട്ടെന്ന് പറഞ്ഞ് ഒരു നെറ്റ് അവിടെ ഉണ്ടാക്കി. അതുപോലെയാണ് ഇന്ന് ലോകം അത് കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന ഒരു വ്യക്തിയോട് ചെയ്യുന്നത്. കഷ്ടത വരും തോറും ദൈവത്തിന്റെ പൈതലെ കഷ്ടതയിൽ കൂടെ ബലം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു വരമായിട്ട് ഏറ്റുവാങ്ങാൻ കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന കഷ്ടത അത് എനിക്ക് ഗുണമാണ്, അതൊരു വരമാണെന്ന് ഏറ്റെടുക്കാൻ തക്കവണ്ണം നമ്മൾ തയ്യാറാകുക. 4-ാം അധ്യായം 1 പത്രോസ് 4:13. 4:13. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. സന്തോഷിക്കാൻ ഈ കഷ്ടത വരുമ്പോ എങ്ങനെയാണ് സന്തോഷിക്കുന്നത്? ഞാൻ എന്താ പറഞ്ഞാണെന്ന് എനിക്ക് ഓർമ്മയില്ല. കുവൈറ്റിലെ ഒരു കൊയറിൽ അറ്റൻഡ് ചെയ്യുന്ന അതേ കൊയറിന്റെ ഒരു ലീഡറാണ്, സൺഡേ സ്കൂളിന്റെ ഒരു അധ്യാപിക. ആ സഹോദരി ഇന്നോട്ടെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. അതേ നാക്കിന്റെ അടിയിൽ ഒരു വേദന വന്ന സന്ദർഭത്തിൽ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞത് ക്യാൻസറാണ്, നാക്ക് മുറിക്കണമെന്ന്. ഇവർക്ക് വലിയ ഭാരമായി. അതേ ഭർത്താവിനോട് ഒന്ന് പറഞ്ഞു. 2 പേരും പ്രാർത്ഥനാ മനുഷ്യരാണ്. അവര് അവിടെ ഓപ്പറേഷൻ ചെയ്യുന്നത് തീരുമാനിച്ചു. ആ റിപ്പോർട്ടുമായിട്ട് ട്രിവാൻഡ്രത്ത് പോയി. നടന്ന സംഭവം. ട്രിവാൻഡ്രത്ത് ചെന്നിട്ട് അവിടുത്തെ മെയിൻ ഡോക്ടറെ കണ്ടു. ഈ റിപ്പോർട്ട് നോക്കി അവരും ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിച്ചു ഇത് ക്യാൻസറാണ്, നാക്ക് മുറിച്ചേ പറ്റത്തുള്ളൂ. ഓപ്പറേഷന്റെ തീയതി നിശ്ചയിച്ചു. ഭാര്യയും ഭർത്താവും വളരെ പ്രാർത്ഥനാ മനുഷ്യരാണ്, ദുഃഖിതരാണ്. നാക്ക് മുറിച്ചിട്ട് എങ്ങനെ ജീവിക്കും? അതേ വീട്ടിൽ വന്നു. സർജറിയുടെ തലേ രാത്രി കടന്നു വന്നു. ഇവർ പോകാനായിട്ട് ഒരുങ്ങി. ആ രാത്രി ഇവർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച സഹോദരി പറഞ്ഞ വാചകം അറിയാമോ? കർത്താവേ, എനിക്ക് ക്യാൻസർ തന്നതിനാൽ സ്തോത്രം. പിന്നെ എനിക്ക് അതേ എന്റെ നാക്ക് മുറിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതിലും സന്തോഷിക്കുക. എന്നിട്ട് അവൾ ഒരു കാര്യം പറഞ്ഞു. കർത്താവെ, ഇത്രയും നാളും ഞാൻ നിനക്ക് വേണ്ടി പാട്ട് പാടിയതാണ്, ഞാൻ ഇത്രയും നാൾ സൺഡേ സ്കൂൾ പഠിപ്പിച്ചതാണ്. എന്നാൽ എന്റെ നാക്ക് മുറിക്കാൻ അങ്ങ് ഇട വരുത്തരുത്. ഇതാണ് എന്റെ നാക്ക് മുറിക്കാൻ ഇടവരുത്തരുത്. ക്യാൻസർ തന്ന സന്തോഷം. കാരണം എനിക്ക് സൺഡേ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കണം പിള്ളേരെ, അതുപോലെ സംഗീതം ആലപിക്കണം, ഒരു പാട്ടെടുത്തുകാരില്ല. ഈ പ്രാർത്ഥന കഴിഞ്ഞ് അവർക്കൊരു വിശ്വാസമായി ദൈവം സ്പർശിച്ചെന്ന് സന്തോഷിച്ചുകൊണ്ട് അതേ ഡോക്ടറുടെ ഒരിക്കൽ സർജറിക്ക് വേണ്ടി കടന്നു. ഡോക്ടർ വന്നു, റിപ്പോർട്ട് ഒന്നുകൂടെ പരിശോധിച്ചു, ക്യാൻസർ, നാക്ക് മുറിക്കണം. അപ്പൊ ഇവർ റിക്വസ്റ്റ് ചെയ്തു, ഞങ്ങൾക്ക് ഒരു കാര്യം, ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്, ഒരു പ്രാവശ്യം കൂടെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം കൂടെ ടെസ്റ്റ് ചെയ്യണം, അതിന് ചെലവെല്ലാം ഞങ്ങൾ തന്നോളാം. ഭയങ്കര വിശ്വാസം. ഒറ്റ പ്രാവശ്യം കൂടെ നിർബന്ധം കൊണ്ട് അതേ ഗൾഫിലെ റിപ്പോർട്ട് കാണിച്ചു, കുവൈറ്റിലെ. ഇവിടുത്തെ റിപ്പോർട്ട് നോക്കി. അയ്യോ, നിങ്ങൾ എന്താ അങ്ങനെ പറയുന്നത്? ഇവർ സഹോദരന്റെ വർത്താനം കേട്ടാ സന്തോഷിച്ചുകൊണ്ടാണ് പറയുന്നത്. ഡോക്ടറെ, ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. അവരുടെ നിർബന്ധം കൊണ്ട് സകല ചെലവും അവർ കൊടുക്കാൻ തയ്യാറാണ്. ഒരു പ്രാവശ്യം കൂടെ എല്ലാ ചെക്കപ്പും ചെയ്തു. ചെക്കപ്പ് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ഡോക്ടർ ഉണ്ടല്ലോ, ഈ റിപ്പോർട്ട് നോക്കുന്നു. കുവൈറ്റിലെ ഡോക്ടർ ചെയ്ത റിപ്പോർട്ട്, പഴയ റിപ്പോർട്ട്, ഇപ്പോഴത്തെ റിപ്പോർട്ട് മാറി നോക്കുന്നു. നോക്കിട്ട് പറഞ്ഞു, ഡോക്ടർ അത്ഭുതമായി, നിങ്ങൾക്ക് ക്യാൻസർ ഇല്ലെന്ന്. ക്യാൻസർ ഇല്ല. സഹോദരി പ്രാർത്ഥിച്ചെന്താ? ക്യാൻസർ തന്നതിനാൽ സ്തോത്രം. കേട്ടോ, ഞാൻ രോഗിയായിരിക്കുന്ന സ്തോത്രം. എന്റെ ദൈവമേ, നാക്ക് മുറിക്കാനിടയാക്കരുത്. ക്യാൻസറിൽ ഇന്നും ആ സഹോദരി പാട്ടെഴുതുന്നു, പാടുന്നു. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവമാരുള്ളൂ. കഷ്ടങ്ങളിൽ പ്രശംസിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇനിയും നമ്മൾ വായിക്കേണ്ടത് 4:16 വായിച്ചു. 4:16. കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത്. 3 പ്രാവശ്യം ക്രിസ്ത്യാനി എന്നുള്ള പദം എഴുതിയിട്ടുണ്ട്. ഒന്ന് അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിലാണ്, അന്ത്യോക്യ വെച്ച് ആദ്യം ക്രിസ്ത്യാനി എന്ന പേരാണ്. 2-ാമത് അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായത്തിലാണ്. അഗ്രിപ്പ രാജാവ് പറഞ്ഞു, പൗലോസേ, നീ എന്നെ ക്രിസ്ത്യാനാക്കാൻ സമ്മതിപ്പിക്കുന്നു,
അതാണ് രണ്ടാമത്തെ ക്രിസ്ത്യാനി എന്നുള്ള പദം. 1 അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം, 2 അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായം. മൂന്നാമത് ക്രിസ്ത്യാനി എന്നുള്ള പദം 1 പത്രോസ് 4-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി എത്ര വേണ്ടത്? ലജ്ജിക്കാതെ കഷ്ടം സഹിക്കണം. 8-ാമത്തെ വിഷയം 19-ാമത്തെ വാക്യം, 4-19. അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിൽ ബരമേൽപ്പിക്കട്ടെ. അനുഭവിക്കുന്നെങ്കിൽ ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം അനുഭവിക്കണം. ദൈവത്തിന് സ്തോത്രം. ചില വാക്യങ്ങളോട് ഞാൻ അങ്ങ് പറഞ്ഞു വിടുകയാണ് കേട്ടോ. ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം അനുഭവിക്കുക. കർത്താവ് തരുന്ന കഷ്ടതയുണ്ടല്ലോ ദൈവത്തിന്റെ ഹിതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം 22-ാം വാക്യം എടുത്തെങ്കിൽ പെട്ടെന്ന് വായിക്കാം. ഇങ്ങനെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങൾ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു പോന്നു. നാം അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. യോഹന്നാൻ എന്താ പറഞ്ഞത്? ക്രിസ്തുവിന്റെ രാജ്യത്തിന് കഷ്ടതയിൽ ഞാൻ കൂട്ടാളിയാണ്. നാം അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണ്. ചേട്ടൻ അതായത് എന്തെങ്കിലും ഏടാകൂടത്ത് ചെന്ന് ചാടിയിട്ട് പറയും ഭയങ്കര കഷ്ടതയാണ്. മുമ്പൊരിക്കൽ ഒരു ചെറുപ്പക്കാരൻ പാനയുടെ മൂടി കള്ളു കുടിക്കാൻ കയറി. ഞാൻ ഇവിടെ പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല. കള്ളു കുടിക്കാൻ പറയുമ്പം കള്ളും തലത്തെ പിടിച്ചപ്പം കള്ളും കളഞ്ഞ് പറഞ്ഞു പോന്നു. അതേ സഭയിലെ വൈപ്പ് യൂത്തിന്റെ ലീഡറാണ്. രാത്രി പരീക്ഷ വന്ന് താൻ കള്ളും കലത്തെ കയറി പിടിക്കുക ഇതിങ്ങി പറഞ്ഞു പോന്ന് ഇദ്ദേഹം താഴെ വീണ് നടുവടിച്ച് അത് തളർന്ന് വല്ലാതെ കിടക്കുക. ബഹളം കേട്ടപ്പോൾ അപ്പനും അമ്മയും ഓടിച്ചെന്നു. നോക്കിയപ്പോൾ ഇതാ സംഭവം. അവരാരോടും പറഞ്ഞില്ല. എടുത്ത് വീട്ടിൽ കൊണ്ട് കിടത്തി. ആൾക്കാരെല്ലാം ഇങ്ങനെ കാണാൻ വന്നു. അവർ വന്ന് ആശ്വാസവാക്ക് പറയാ, നമ്മളിങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ കഷ്ടതയൊക്കെ വരും എന്ന് പറഞ്ഞു. അത് സഹിക്കണം. കാരണം ഇവൻ നല്ല യൂത്ത് ലീഡറല്ലേ. ഇതെല്ലാം പറഞ്ഞപ്പോൾ ഇവൻ അങ്ങോട്ടൊരു ആശ്വാസവാക്ക് കൊടുത്തു. അത് ഈ വാക്യായിരുന്നു. നാം ഇങ്ങനെ അനേക കഷ്ടങ്ങൾ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതല്ലയോ? നോക്കണമേ, കള്ളു കുടിക്കാൻ കട്ടുപിടിക്കാൻ കയറിയവൻ ഇപ്പൊ ഒരു ആശ്വാസം കൊടുക്കുക. നാം ഇങ്ങനെ അനേക കഷ്ടങ്ങൾ ജീവിതത്തിൽ ഏടാകൂടം കാണിച്ചിട്ട് കഷ്ടതയാണെന്ന് പറയരുത്. ദൈവത്തിന്റെ സ്തോത്രം. അതേ യാക്കോബ് പറഞ്ഞു കഷ്ടം അനുഭവിക്കുന്നു പ്രാർത്ഥിക്കണം. എബ്രായ ലേഖനം 2-ാം അധ്യായം 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എബ്രായ 2:18. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു. നോക്കണമേ, പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ. ഏറ്റവും കൂടുതൽ കഷ്ടം അനുഭവിച്ചത് നമ്മുടെ കർത്താവായ യേശു. അവൻ കഴിവുള്ളവനാണ്. നമ്മെ സഹായിപ്പാൻ, നമ്മെ നിലനിർത്തുവാൻ കഴിവുള്ളവൻ. ദൈവത്തിന് സ്തോത്രം. അതുപോലെ നഹൂം പ്രവചനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണവുമാകുന്നു. തങ്കിൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. കഷ്ട ദിവസത്തിൽ അവൻ ശരണമാണ്. ദൈവത്തിന് സ്തോത്രം കേട്ടോ. കഷ്ട ദിവസത്തിൽ തന്നിൽ ആശ്രയിക്കുന്നവരെ അവൻ വെടിയിപ്പാൻ ശക്തനാണ്. യാക്കോബിന്റെ ലേഖനം 16-ാം യോഹന്നാന്റെ സുവിശേഷം 16:33 വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു. യോഹന്നാൻ 16:33. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഒരു ജയാളിയായ കർത്താവിനെയാണ് നമ്മൾ പിന്തുടരുന്നത്. ദൈവത്തിന് സ്തോത്രം. ലോകത്തിന് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ജയാളിയായ കർത്താവിനെയാണ് നമ്മൾ അനുഗമിക്കുന്നത്. ഇവിടെ വായിക്കുന്നു, നിങ്ങളുടെ സഹോദരനായിരിക്കുന്ന യോഹന്നാൻ എന്ന ഞാൻ യേശു ക്രിസ്തുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും, അടുത്തത് രാജ്യത്തിന് കൂട്ടാളി കേട്ടോ. വരാൻ പോകുന്ന രാജ്യത്തിന് കൂട്ടാളിയാണ്. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു. അടുത്ത രാജ്യം എന്നുള്ള വിഷയമാണ്. രാജ്യത്തിന് കൂട്ടാളി. കർത്താവ് പറഞ്ഞില്ലേ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ, സ്വർഗസ്ഥനായ എന്റെ പിതാവേ, ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. ഒരു രാജ്യം ഉണ്ടാകും. ഈ ലോകത്തിൽ ഒരു രാജ്യം കടന്നു വരാൻ പോകുന്നു. ഒരു നാളും നശിച്ചു പോകാത്ത നിത്യരാജ്യത്വം ഉണ്ടാകാൻ പോകുന്നു. ശിഷ്യന്മാർ ചോദിച്ചു, സകലവും വിട്ട് അനുഗമിച്ച ഞങ്ങൾക്ക് എന്തോ കിട്ടുമെന്ന് ചോദിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 28-ഉം 29-ഉം വാക്യം വായിച്ചോട്ടെ. ഓർഡർ അനുസരിച്ച് വായിക്കണേ. വായിച്ചാൽ വായിക്കരുത്. ഓർഡർ അനുസരിച്ച് പേര് എനിക്ക് പറയാൻ നോക്കുന്നില്ല. ഒരാൾ വായിക്കേ. ലൂക്കോസ് 22:28-29. വായിച്ചേ. നിങ്ങളാകുന്നു എന്റെ പരീക്ഷകൾ എന്നോട് കൂടെ നിലനിന്നവർ. എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് നിയമിച്ചു തരുന്നു.
നിങ്ങൾ എന്റെ രാജ്യത്തിൽ എന്റെ മേശയെങ്കിൽ തിന്നും കുടിക്കുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കുകയും ചെയ്യും. നോക്കണമേ, നിങ്ങളാകുന്നു എന്റെ കഷ്ടതയിൽ കൂട്ടുനിന്നവർ കേട്ടോ. നിങ്ങൾ എന്റെ രാജ്യത്തിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കുകയും അതേ എന്നോടുകൂടെ തിന്നു കുടിക്കുകയും ചെയ്യും. സകലം വിട്ട് അനുഗമിച്ച ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങളാകുന്നു എന്റെ പരീക്ഷകളിൽ കൂട്ടുനിന്നവർ. ദൈവത്തിന്റെ സ്തോത്രം. വരാൻ പോകുന്ന രാജ്യമുണ്ടല്ലോ, നിങ്ങൾ ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കുന്ന സന്ദർഭമുണ്ട്. അവര് മാത്രമല്ല അത് ന്യായം വിധിക്കുന്നത്. നമ്മൾ വെളിപ്പാട് തുറന്നുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ രാജ്യത്തിൽ ന്യായം വിധിപ്പാൻ തക്കണം അവസരം തരും. ജയിക്കുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം, കഷ്ടത്തിൽ കൂടി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെല്ലാം അവന്റെ രാജ്യത്തിൽ കൂട്ടാളികളായി ഈ രാജ്യത്തെ ഭരിപ്പാൻ ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. 2 തിമോഥെയോസ് 2:11 വായിക്കാം. ഇത് എങ്ങനെയാണ് ഈ രാജ്യത്തിൽ വാഴുന്നത്? 2 തിമോഥെയോസ് 2:11. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. സഹിക്കുന്നെങ്കിൽ കൂടെ വാഴാം. ഈ രാജ്യത്തിൽ സഹിക്കണം കേട്ടോ. ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അതേ സുവിശേഷ ബല വലിയ നല്ല രസമാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ കഷ്ടതയുണ്ട്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും രാജകീയ പുരോഹിതവർഗമാണ്. കർത്താവിന്റെ നാമം ഘോഷിക്കാൻ ഇറങ്ങിത്തിരിച്ചവരാണ്. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കഴിയുമ്പോൾ ഉടനെ കഷ്ടം തീർന്നു വിചാരിക്കില്ലേ? കഷ്ടം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതൊരു വരമായിട്ട് നമ്മൾ ഏറ്റെടുക്കണം. ഇവിടെ വായിക്കുന്നു, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴാം. മകനായ പാസ്റ്റർ CK ദാനിയേൽ ബോംബെയിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന സമയത്ത് അവിടെ വന്ന് ബോംബെയിൽ ബൈബിൾ ക്ലാസ് എടുത്തു, വെളിപ്പാട് ക്ലാസ് എടുത്തത്. ആ കൂടുതൽ ഈ കാര്യം പറഞ്ഞു, സഹിക്കുന്നെങ്കിൽ കൂടെ വാഴാം. അതിന് പറഞ്ഞൊരു ഉദാഹരണം, സാധാരണ ഒരു ഉദാഹരണമാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ ക്ഷീണിച്ച് ഒരു ചായക്കട കയറി, അവിടെ ദോശയുണ്ട്. അപ്പം ദോശയ്ക്ക് എന്തോ വിലയെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു 10 പൈസ. ചമ്മന്തിക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞു, ഫ്രീ ആന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം പറയാ, എന്നാല് ആ ചമ്മന്തിയെ കുറയും ഞാൻ നേക്കാൻ. അപ്പം CK ഭാഷയോടെ ചോദിക്കുകയാണ്, എടാ വഴിയെ പോകുന്നവർക്ക് ചമ്മന്തി അരച്ചു കൊടുക്കാൻ ഇവിടെ നേർച്ച ഇറങ്ങിയിട്ടുണ്ടോ? നീ ആദ്യമേ 10 പൈസ കൊടുത്ത് ദോശ വാങ്ങിക്കേ. 10 പൈസ കൊടുത്ത് ദോശ വാങ്ങിച്ചാൽ ചമ്മന്തി ഫ്രീ. ഒരു ലളിതമായ ഒരു ഉദാഹരണം ഞാനല്ല പറഞ്ഞു കേട്ടോ, CK ഭാഷ. സഹിച്ചാൽ കൂടെ വാഴാം. സഹിക്കണം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നതായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ജീവിതം പ്രാപിക്കും. വെളിപ്പാട് 24 അടുത്ത ആൾ വായിച്ചേ. വെളിപ്പാട് 24 കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനം നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും ജീവിച്ചിരുന്നവരും കൈമേലും അതിന്റെ മുദ്ര കൈകൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. രാജ്യത്ത് വാഴാൻ പോകുന്നവരാ. നെറ്റിമേലും കൈമേലും മുദ്ര ഏൽക്കാതിരിക്കുന്നവരുടെ ആത്മാക്കളെ ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ രാജ്യത്തിൽ വാഴാൻ പോകുന്ന പ്രിയപ്പെട്ടവരാണ് അവിടെ ന്യായാസനങ്ങളിൽ ഇരിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു രാജാവ് നീതിയോടെ വാഴും. വെളിപ്പാട് 22:5. ഇനി രാത്രി ഉണ്ടാകുകയില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വെളിക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. നോക്കണമേ, യേശുവിന്റെ രാജ്യത്തിന് കൂട്ടാളിയായി ഞാൻ പറയുകയാണ്, എന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഈ ലോകപ്രകാരമുള്ള ഒരു ഡിഗ്രി അല്ല. എന്റെ ഡിഗ്രി തന്റെ പേരിനോട് ചേർത്തുള്ള നീളം കൂടിയ ഡിഗ്രി യേശു ക്രിസ്തുവിന്റെ കഷ്ടത, യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിന് കൂട്ടാളിയായ യോഹന്നാൻ എന്ന ഞാൻ. ഇനി മൂന്നാമത്തെ ഡിഗ്രി എന്തറിയാമോ? സഹിഷ്ണുത. ദൈവത്തിന്റെ സ്തോത്രം. നമുക്കെല്ലാവർക്കും പറയാൻ പ്രയാസമുള്ളതാണ് സഹിഷ്ണുത. കഷ്ടം സഹിക്കുന്നത്. റോമാലേഖനം 5:3 വായിക്കാം. റോമർ 5:3. സഹിഷ്ണുതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. കഷ്ടത വരുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് സഹിപ്പാനുള്ള സഹിഷ്ണുത കിട്ടുന്നു. കഷ്ടത സഹിഷ്ണുതയും. ഇയ്യോബിനെ കുറിച്ച് യാക്കോബ് പറഞ്ഞ വാചകം, ഇയ്യോബിന്റെ പുസ്തകം 5-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ
സഹിഷ്ണുതയെ കുറിച്ച് ഒരു ഉദാഹരണം കാണാം. 5:11. ഇയ്യോബ് 5:11. അവൻ താണവരെ ഉയർത്തുന്നു, ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്നു. ഇയ്യോബിന്റെ പുസ്തകം 5:11 വാക്യാണോ? അല്ല, ഇയ്യോബ് അല്ല, യാക്കോബ് 5:11. യാക്കോബ്, ഞാനാ തെറ്റിച്ചത്. യാക്കോബ് 5:11 അതാ വാക്യം എഴുതി അയച്ചത്. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പറയുന്നു. ഇയ്യോബിന്റെ സഹിഷ്ണുത സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സരിവുള്ളവനുമല്ലോ. നോക്കണേ, സഹിഷ്ണുതയ്ക്ക് ഒരു ഉദാഹരണമാണ് യാക്കോബ് പറഞ്ഞത്. എനിക്ക് ഇനി 7 മിനിറ്റോടുള്ളൂ. കറക്റ്റ് ഞാൻ അത് 10 മണി കഴിഞ്ഞാൽ ലാലു പാസ് ഇറങ്ങിപ്പോകും. അതുകൊണ്ട് ഞാൻ 2-3 ആഴ്ച നോട്ട് ചെയ്തു. കറക്റ്റ് സമയത്ത് ഞാൻ എഴുതോളാം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പറയുന്നത് 3ാമത്തെ ഡിഗ്രിയാ സഹിഷ്ണുത. ഇയ്യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ എല്ലാവരും കണ്ടുവല്ലോ. കർത്താവ് വരുത്തിയ അവസാനവും കണ്ടിരിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 42 അധ്യായങ്ങളാണ്. ഈ 42 അധ്യായങ്ങള് ചുരുക്കമായിട്ട് യാക്കോബ് ആ പുസ്തകം മൊത്തം എഴുതിയിരിക്കുന്നു. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പറയും. ഇയ്യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ അറിയുന്നല്ലോ. കർത്താവ് വരുത്തിയ അന്തവും അറിയുന്നു. 42 അധ്യായങ്ങളെ ഒറ്റ വാക്യത്തിൽ താൻ പുസ്തകമായിട്ട് എഴുതി. വിവരിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഇയ്യോബിന്റെ സഹിഷ്ണുത? അതേ തൻ്റെ കുഞ്ഞുങ്ങൾ 10 പേരും മരിച്ചു പോയപ്പോൾ താൻ പറഞ്ഞത് വാചകം എന്താ അറിയാമോ? യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചിലരൊക്കെ പറയില്ലേ, എനിക്കിത് സഹിക്കാൻ ഒക്കത്തില്ലെന്ന് പറയല്ലേ? നമ്മൾ പലരും പറയുന്നില്ലേ? മുമ്പ് ഒരിക്കല് ഒരു സൺഡേ സ്കൂളില് ഒരു സഭായോഗത്തിന് ഒരപ്പച്ചന് എന്നും പ്രോബ്ലമാണ്, എപ്പോഴും പ്രോബ്ലം. ആ സഭയിലങ്ങ് വഴക്കുണ്ടാക്കുക, ഭയങ്കര കോപിയ. അവസാനം ഒരു ദിവസം അപ്പച്ചൻ മാനസാന്തരം വന്നു. ഇത് വെറുതെ സഭയിൽ നടന്ന സംഭവം നമ്മുടെ ഇടയിലും ഉണ്ട്, പെന്തക്കോസ്താരുടെ ഇടയിൽ കൂടുതലുണ്ട്. അപ്പം ഈ അപ്പച്ചൻ ഞങ്ങളുടെ നാട്ടുകാരനാ. ഈ അപ്പച്ചൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ ഇന്ന് മുതൽ ഞാൻ കോപിക്കത്തില്ല. അപ്പച്ചന് മാനസാന്തരം വലിയ സന്തോഷമായി എല്ലാവർക്കും. കാരണം എന്നും പ്രോബ്ലം ഉണ്ടാക്കി. യോഗം കഴിഞ്ഞപ്പോൾ കുസൃതി കുട്ടന്മാർ കുറെ പേരുണ്ട് കേട്ടോ. അവർ ഈ അപ്പച്ചന്റെ പുറകെ വന്നു. അത് ഞാനൊരു ചെറുപ്പത്തിൽ കുസൃതിക്കാരനായിരുന്നു. അപ്പൊ ഈ കുസൃതി കുട്ടന്മാർ പുറകെ വന്ന് ചോദിച്ചു, നമുക്ക് അപ്പച്ചനെ ഒന്ന് പരീക്ഷിക്കാന്ന് പറഞ്ഞു. അപ്പച്ചന്റെ അരിക്കലോട്ട് ചെന്നിട്ട് ചോദിച്ചു, അപ്പച്ച ഇനി അപ്പച്ചൻ കോപിക്കത്തില്ലേ? ഇല്ല മക്കളെ, ഞാൻ കോപിക്കത്തില്ല, ഇന്ന് ഞാൻ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നു. ഉടനെ 2-3 വേറെ ചെറുപ്പക്കാർ മുന്നോട്ട് ചെന്നു, അപ്പച്ചൻ നീ കോപിക്കത്തില്ലെന്ന് തീരുമാനം എടുത്തത് പൂർണ്ണമായിട്ട് എടുത്താണോ? സ്വരം മാറാൻ തുടങ്ങി. ഇല്ല കുഞ്ഞുങ്ങളെ, ഞാൻ ഇനി കോപിക്കത്തില്ല. ഒരു 4-5 പേര് കുറച്ചുകൂടി മനുഷ്യൻ, അപ്പച്ച സത്യം പറ, ഇനി കോപിക്കു പറഞ്ഞു വടിയെടുത്ത് ഇവരെ അടിക്കാൻ തോന്നിക്കും. അപ്പച്ചൻ പറഞ്ഞെന്തറിയാമോ? ഇനി ഞാൻ കോപിക്കത്തില്ല. സഹിക്കാനുള്ള കഴിവില്ല. ദൈവം ഇവിടെ ക്രിസ്തു നിമിത്തം ഞാൻ സകലം സഹിക്കുന്ന അപ്പുറത്തനായി പൗലോസ് പറഞ്ഞില്ലേ? സഹിക്കുന്നുവെങ്കിൽ കൂടെ പാതാൻ തക്കണം. ഇയ്യോബിന്റെ സഹിഷ്ണുത എത്ര വലുതാ. ഭാര്യ പറഞ്ഞ വാചകം എന്തറിയാമോ? ഇനി എന്തിനാ ഇതിയാ ജീവിച്ചിരിക്കുന്നത്? അത് ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് അങ്ങ് ചാകാൻ പറഞ്ഞു. എനിക്ക് പല ഉദാഹരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ട്, പക്ഷെ സമയമില്ല. ദൈവത്തെ അങ്ങ് തേച്ച് പറ മരിക്കുന്നതിന് മുമ്പ്. അത് എന്നിട്ട് അങ്ങ് ചാകാനാ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അമ്മാമ ആഗ്രഹിക്കുന്ന ഇനി ഈ ലോകത്തിലും കാണുന്നത് പരലോകത്തിലും കാണില്ല എന്നാണ് അമ്മാമ്മയുടെ ആഗ്രഹം. പറഞ്ഞേ ഇയ്യോ പറഞ്ഞെന്താ അറിയാമോ? നീ ഒരു പൊട്ടി പോലെ സംസാരിക്കുന്നുണ്ട്. പൊട്ടിന്ന് വിളിച്ചില്ല, പൊട്ടിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മാമ്മയുടെ വിധം മാറിയെന്നെ. നീ ഒരു പൊട്ടി പോലെ എന്നോട് സംസാരിക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് നന്മ അനുഭവിക്കുന്നെങ്കിൽ തിന്മയും അനുഭവിക്കരുതോ? സ്നേഹിതന്മാരെല്ലാം വന്ന് നിന്റെ ജീവിതത്തിൽ എന്തോ ഏടാകൂടം കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. തന്നെ കൊണ്ട് തെറ്റ് സമ്മതിപ്പിക്കാൻ നോക്കി. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ പിന്നെന്തിനാ അത് ഇല്ലാത്ത കാര്യം ഞാൻ പറയാൻ സമ്മതിക്കുന്നത്? അത് ഞാനങ്ങനെ ദൈവത്തിന് വിരോധമായ ഒരു ബോധത്തെ പറഞ്ഞിട്ടില്ല. ഇവരെല്ലാം പറഞ്ഞപ്പോൾ ഏലിയൂ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനോടുണ്ട്. ആ ചരിത്രമൊക്കെ പഠിച്ചു നോക്കണം. ഈ വയസ്സന്മാർ എനിക്ക് അവർ ഡോക്ടറൊക്കെ എടുത്തോരാ. ഏലിഫസ്, അതെ സോഫ, ആ ബിൽദാദ്, ഇവരൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഡിഗ്രി എടുത്തിട്ടുള്ള ആൾക്കാരാ. അവർ പെന്തക്കോസ്തുകാരാ. അത് ദൈവത്തിന് വേണ്ടി സംസാരിക്കാൻ വന്നവരാ. ദൈവത്തിന് നീന്റെ ഭാഗത്ത് എന്തോ തെറ്റുണ്ട്, ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവരാ. എന്നാൽ എലിവ് പറഞ്ഞു വന്നു പറഞ്ഞു വയസ്സന്മാരോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഇതുവരെ ഇയ്യോബിന്റെ പാപത്തെ ബോധ്യപ്പെടുത്താൻ തക്കണം ഒക്കുന്നില്ലല്ലോ, ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് ഈ ചെറുപ്പക്കാരൻ 2 ചാട്ടം. ഇയ്യോ പറഞ്ഞു, പോടെ ചെറുക്ക അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു. ദൈവത്തിന്റെ സ്വന്തം. എന്നിട്ട് ഇയ്യോബ് പറഞ്ഞ ഭാര്യ അറിയാമോ? എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു, അവനൊടുവിൽ പൊടിമേ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ ദേഹം ക്ഷയിച്ചോട്ടെ, ഞാൻ ദേഹ സഹിതനായി എന്റെ ദൈവത്തെ കാണും.
ഈ കഷ്ടതെല്ലാം നടുവിൽ അവസാനം ഇയ്യോബ് ദൈവത്തോട് പറഞ്ഞു, നീ എന്നെ കൊന്നാലും ഞാൻ നിനക്കായി കാത്തിരിക്കും. അന്നേരമാണ് സ്വർഗം തുറന്നത്. യഹോവ ചുഴലിക്കാറ്റിൽ പ്രത്യക്ഷപ്പെടുവാൻ തക്കണമിടയായി തീർന്നു. സഹിഷ്ണുത, ഇവിടെ വായിക്കുന്ന സഹിഷ്ണുത, അതെ, അത് യോഹന്നാൻ അപ്പോസ്തലന്റെ ഒരു കൂട്ടായിരുന്നു. ദൈവസ്തോത്രം. മത്തായി 24:9-31 നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. നോക്കണമേ, 3 ഡിഗ്രി കത്തട കേട്ടോ. ഞാൻ അപ്പോസ്തലൻ ആണെന്നല്ല പറയുന്നത്, അത് കത്തട. അതുപോലെ കത്തട പറഞ്ഞ മക്കളെ, രാജ്യത്തിന് സഹിഷ്ണുത, ഇതിന് കൂട്ടാളി. 7 കൂട്ടം കൂട്ടാളികളെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. 3 മിനിറ്റ് ഉണ്ട്. അതിൽ ഒന്നാണ് വെളിപ്പാട് പുസ്തകം 1:9, കർത്തതയിലും രാജ്യത്തിനും സഹിഷ്ണുതയിലും കൂട്ടാളി. ഇനി രണ്ടാമത് ഫിലിപ്പിയർ 1:7 വായിച്ചേ. ഫിലിപ്പിയർ 1:7, കൃപയിൽ എനിക്ക് കൂട്ടാളിയായ, കൃപയിൽ കൂട്ടാളി, കൃപയിൽ എനിക്ക് കൂട്ടാളി. ദൈവത്തിന്റെ കൃപയിൽ നമ്മൾ കൂട്ടാളികളാകണം. 3 1 Corinthians 9:23 സുവിശേഷത്തിൽ പങ്കാളിയാക്കേണ്ടതിന് സുവിശേഷത്തിൽ പങ്കാളി, സുവിശേഷത്തിൽ കൂട്ടാളി. സുവിശേഷ വേളയിൽ നമ്മൾ കൂട്ടാളികളാകണം. 2 Corinthians 1:7 നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നതുപോലെ ആശ്വാസത്തിനും കൂട്ടാളികളെ എന്നറിയുകയാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. ആശ്വാസത്തിന് കൂട്ടാളികളാകണം. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കണം. നമ്മൾ ആശ്വസിപ്പിക്കാൻ പോകാറുണ്ടോ? അയ്യോ, ചിലരൊക്കെ ആശ്വസിപ്പിക്കാൻ പോകുന്നത് അയ്യോ വലിയ സങ്കടം, കുറച്ചുകൂടെ അവിടെ പ്രോബ്ലം ഉണ്ടാക്കിയിട്ടേ പുറത്തുള്ളൂ. അതല്ല ആശ്വാസം. നാളെ ആളിന്റെ മകൻ മരിച്ചു പോയപ്പം വേറൊരുത്തം ചെന്ന് പറയാണ്, നീ എന്തിനാണ് ഈ അറിയുന്നത്? സ്വന്തം മകൻ മരിക്കുക. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ആട്ടുമുട്ടനെ 50 രൂപയ്ക്ക് വാങ്ങിച്ചു, അത് കേട്ടപ്പോൾ ഞാൻ കരഞ്ഞില്ലല്ലോ. ഇതൊക്കെ ആശ്വാസം. ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വലിയ കാര്യം സംഭവിച്ചപ്പോൾ ആട്ടുമുട്ടൻ ചത്ത കാര്യം പറഞ്ഞ പുള്ളി ആശ്വസിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ളവരുടെ ആശ്വാസവാക്യം നമുക്ക് എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? ആശ്വാസത്തിന് കൂട്ടാളി. 1 Petrus 5:1 വായിച്ചോ. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പാടുവാനുള്ള തേജസ്സിനും കൂട്ടാളിയുമായ ഞാൻ കൂട്ടാളി, വരാൻ പോകുന്ന തേജസ്സിന് കൂട്ടാളി. ഇനിയും 2 Petrus 1:4 അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്തിലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ. കൂട്ടാളി കേട്ടോ. നമ്മൾക്ക് ആ ദിവ്യ സ്വഭാവം, യേശു ക്രിസ്തുവിന്റെ അതേ സ്വഭാവത്തിലേക്ക്, ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി വരണം. 7 റോമർ 11:17 കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലുവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചേർത്ത് ഒലുമരത്തിന്റെ ഫലപ്രദമായ വെയിലിന്റെ പങ്കാളിയായി തീർന്നുവെങ്കിലോ കൊമ്പുകളുടെ നീരെ പ്രശംസിക്കരുത്. ദൈവത്തിന് സ്തോത്രം. എന്റെ സമയം തീർന്നു. നോക്കണമേ, കൂട്ടാളി, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളി, ഒലിവുമരത്തിന്റെ ഫലപ്രദമായ വേരിന് കൂട്ടാളി. ദൈവമക്കളെ, 3 ഡിഗ്രിയാണ് യോഹന്നാൻ ഉണ്ടായിരുന്നത്. കഷ്ടത, രാജ്യം, സഹിഷ്ണുതയ്ക്ക് കൂട്ടാളി. താന് ഇന്ന് റവറന്റ്, മോസ്റ്റ് റവറന്റ്, ഡോക്ടർ, ഇതൊക്കെ അതേപറ്റിയൊക്കെ എനിക്കൊന്ന് പറയണമെന്നുണ്ട്. എന്നാൽ നമ്മൾ ഏറ്റവും വലിയ ഡിഗ്രി എന്ന് പറയുന്നത് നിങ്ങളുടെ സഹോദരൻ. ആ സഹോദരന്മാർ എന്നുള്ള ബന്ധം, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭം, എത്ര മനോഹരമായിരുന്നു. ആ പൗലോസ് പറയാണ്, ഞാൻ ദൈവവചനത്തിനും സാക്ഷ്യത്തിനും പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. അടുത്ത ആഴ്ച പത്മോസ് എന്ന ദ്വീപിനെ കുറിച്ച് ഒരു 5 മിനിറ്റ് സംസാരിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച കാണാം. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിലും ക്ലാസ് എടുക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. ഇന്ന് എനിക്ക് തോന്നുന്നു വളരെ എനർജറ്റിക് ആയിട്ടാണ് കർത്താവിന്റെ ദാസൻ പഠിപ്പിച്ചത്. ഇത്ര വളരെ സ്പീഡിലും എനർജിയിലും ഒക്കെ പഠിപ്പിക്കുവാൻ ഈ പ്രായത്തിലും കർത്താവ് കൊടുത്ത വലിയ കൃപയ്ക്കായി, കാഴ്ചപ്പാടുകൾക്കായി കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ദീർഘായുസ് കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ. സ്തോത്രം. ഇന്ന് രാത്രിയിലും ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചു. അടുത്ത ദിവസങ്ങളിലെ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം, മറ്റുള്ളവരെയൊക്കെ ബലപ്പെടുത്തണം. ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ വിരിയാം.
നാളെ വൈകിട്ട് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജൻ പാറക്കടവിൽ ക്ലാസ് എടുക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക. ഇന്ന് രാത്രിയിലത്തെ കർത്താവ് ഇത്രത്തോളം സഹായിച്ചല്ലോ. കർത്താവിന്റെ ദാസന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് ഹല്ലേലൂയ എല്ലാം ഓർത്ത് ഇന്ന് കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് കർത്താവ് ഇത്രത്തോളം സഹായിച്ചല്ലോ. നാം എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അവസാനമായി പ്രാർത്ഥിച്ചാണ്. പരിശുദ്ധനായ കർത്താവേ, സ്വർഗം നല്ല പിതാവേ, സ്വർഗത്തിലെ കർത്താവിലേക്ക് ഞാൻ അടുത്തു വരുന്നു. ഇന്ന് ഈ സമയത്ത് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിന്റെ ദാസിൽ കൂടി വിലപ്പെട്ട ദൈവത്തിന്റെ വചനങ്ങൾ കേൾപ്പാൻ ദൈവം ഞങ്ങൾക്കിടയാക്കിയല്ലോ. ആരോഗ്യത്തോടെ, ഊർജത്തോടെ, അനുഗ്രഹത്തോടെ ക്ലാസ് നയിപ്പാൻ അവിടുത്തെ വിലപ്പെട്ട ദാസനെ ദൈവം ഉപയോഗിച്ചോർത്ത് സ്തോത്രം. കർത്താവെ, വീണ്ടും നിന്റെ ദാസന് ആരോഗ്യവും ആയുസ്സും കൊടുത്ത് ആശ്വാസത്തിൽ ജീവിച്ചുകൊണ്ട് അനേകർക്ക് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി നിർത്തണമേ. ഞങ്ങൾക്കും കർത്താവെ അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി വരും ദിവസങ്ങളിൽ നിന്റെ ദാസനെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക വചനത്തിന്റെ മർമ്മങ്ങൾ നിന്റെ ദാസൻ കൂടി ലഭിച്ച് അത് ഞങ്ങളുടെ ജീവിതത്തിലും ശുശ്രൂഷയിലും പ്രയോജനപ്പെടുവാൻ കഴിയേണ്ടതിന് ഞങ്ങളെയും കർത്താവെ ഒന്നുകൂടെ തിരുപാദപീഠത്തിൽ സമർപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. ഇതിനുവേണ്ടി കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അതുപോലെ അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ കേൾക്കുന്ന വചനത്തിന്റെ ആഴങ്ങളെ ഗ്രഹിച്ച് വിശ്വാസ ജീവിതം കർത്താവെ കഷ്ടതയിലും സഹിഷ്ണുതയിലും ഒക്കെ അതേ കൂട്ടാളികളായി തീർന്നുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, ഞങ്ങളുടെ നാമത്തിന്റെ മഹത്വത്തിനായി നിലകൊള്ളുവാൻ ദൈവം ഞങ്ങൾക്കിടയാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസനെ കർത്താവ് അനുഗ്രഹിക്കണം, ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കണം, കുടുംബത്തെ അനുഗ്രഹിക്കണം. കർത്താവെ, ഞങ്ങളുടെ നാമത്തിന്റെ മഹത്വം പിന്നെയും ദാസൻ കൂടി അനുഭവിപ്പാൻ ഇടയാക്കണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കോളേജിന്റെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, ഷാജി ഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലാലു ഭാഷക്കായി സ്തോത്രം. പിന്നെയും അനുഭവിപ്പാൻ ഇടയാക്കണമേ. മറ്റ് കർത്താവിന്റെ ദാസന്മാരെ പലരും ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. എല്ലാവരെയും കർത്തകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. നാളത്തെ ക്ലാസ്സിൽ ഒരുമിച്ച് കാണുന്നവരെയും കൃപയിൽ ഞങ്ങളെ പൊതിയണം. എല്ലാ നിലയിലും കർത്താവ് ഞങ്ങളെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ്സുകൾ കർത്താവെ തുടർന്ന് യൂട്യൂബിൽ കൂടിയൊക്കെ കേൾക്കുന്ന പലരുമുണ്ട്. അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കണമേ. പ്രാർത്ഥന യാതിനെ കർത്താവ് കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സി.വി. ആൻഡ്രോസിനും എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവവചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസനോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് രാത്രി ചെയ്ത ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ വൈകിട്ട് വീണ്ടും കാണാം. സഹായിക്കട്ടെ.